മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിന്റെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചിത്രക്കെ സ്ഥാൻ പർ ശബ്ദ ജോഡെ ഓർ ലിഖേ എന്നാണ്. അതായത് ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾക്ക് നിങ്ങൾ പേര് എഴുതണം. ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്, പിന്നെ വീട്, പിന്നീട് തവള, ഞണ്ട്, കൊക്ക്, ഇത്രയും ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പേരാണ് നിങ്ങൾ ഇവിടെ എഴുതി ചേർക്കേണ്ടത്. നമുക്ക് വായിക്കാം. ഏക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ലടുക്കി എന്ന് എഴുതണം. ഏക്ക് ലടുക്കി, പിന്നെ ഏക്ക് ലടുക്കി ദി ഖുഷി, ഉസ്കെ പിന്നെ ഗർ എന്ന് എഴുതണം. के पास एक तालाब था, वहां खुशी बॉल के साथ गेंद गिरी, बॉल तालाब में गिरी, तालाब में मेंढक और केकड़ा थे, इनके साथ एक बगुला भी था, बॉल बगुले की चोंच में फंस गई, सब जीव चिल्लाकर भागे. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഇതിനൊക്കെ നമ്പർ ഇട്ടത് കണ്ട ഓരോ കളറിൽ, ഇവിടെ നീല, ഇവിടെ ചുവപ്പ്, ഇവിടെ കറുപ്പ്, പച്ച, അങ്ങനെ നമ്പർ ഇട്ടതല്ലേ. ആ നമ്പറിന്റെ കളറ് തന്നെയാണ് അതിൽ ഉത്തരത്തിനും കൊടുത്തത്. നോക്കുക, നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് അതിന്റെ ഉത്തരം. അപ്പൊ ഒന്നാമത്തെ നീല കളറില്ലേ, ലടുക്കി, ഒന്നാമത്തെ ഉത്തരാണ് ലടുക്കി. രണ്ടാമത്തെ എന്താണ്? രണ്ട് ഗ, ചുമപ്പിന്റെ ഉള്ളിലുള്ളത് ഗ, രണ്ടു ഉത്തരം ഗ. മൂന്ന് മേണ്ടക്ക, അത് നേരത്തെ അവിടെ തന്നതാണ് മേണ്ടക്ക. പിന്നെ നാല് പച്ചയാണ് കേക്കട, അല്ല നാലാമത്തെ പച്ച കല്ലിന്റെ ഉള്ളിലാണ് അതിന്റെ ഉത്തരം ഉള്ളത് കേക്കട. അഞ്ചാമത്തത് ബഗുള. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിന്റെ കളറിനനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതി എടുക്കുക. ഓക്കെ, നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് എഴുതിയെടുക്കണം. ഏക്ക് കഴിഞ്ഞൂടെ ലടുക്കി ചേർത്ത് ബാക്കി ഇങ്ങനെ എഴുതാം, പിന്നെ ഗർ ചേർത്തിട്ട് ബാക്കി ഇങ്ങനെ അതുപോലെ എഴുതി പോവാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തത് നോക്കാം. हवा और धूल कविता की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें എന്നാണ്. ഹവ ഓർ ധൂൾ എന്ന കവിതയുടെ തന്നിരിക്കുന്ന വരികൾ വായിച്ചതിന് ശേഷം താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഹവാക്കെ പീച്ചെ പീച്ചെ കോൻ ഉടി, കാറ്റിന് പിന്നാലെ ആരാണ് പറന്നത്? കാറ്റിന്റെ പിന്നാലെ പറന്നു പോയത് ആരായിരുന്നു? ധൂൾ, പൊടി അല്ലെ, പൊടിയാണ് ധൂൾ എന്നാണ് അതിന്റെ ആൻസറായിട്ട് വരുന്നത്. ടിക്ക് ചെയ്തിട്ടുണ്ട്, ചുവപ്പ് മഷി കൊണ്ട് ടിക്ക് ചെയ്താണ് അതിന്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം, യേ ആശയവാലി പങ്ക്തിയാൽ ചുല്ലേ എന്നാണ്. ഇവിടെ തന്നിരിക്കുന്ന ആശയമുള്ള വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. हवा सोती धूल को छेड़कर बाकी और धूल जाग उड़ी, हवा सोती धूल को छेड़कर बाकी, കാറ്റ് ഉറങ്ങുന്ന പൊടിയെ കളിയാക്കിക്കൊണ്ട് ഓടിപ്പോയി, പൊടി പിന്നാലെ പറന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ വരി ചുമപ്പ് മഷിയിലാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നതായതാണ് ഹവാ ധൂൾക്കോ ചെടുക്കെ ബാക്കി സോത്തി ധൂൾ അച്ചാനക്. ഈ ചുവപ്പ് ബോക്സിന്റെ ഉള്ളിലുള്ളതാണ് അതിന്റെ ആൻസർ. അടുത്തത് നീലയാണ്. ഈ നീല ബോക്സിന്റെ ഉള്ളിലാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ധൂൾ ആംഗേ ബന്ധുക്കർ ആകെ പീച്ചെ और दाएं बाएं पूछती है, പൊടി കണ്ണുകൾ അടച്ച് മുന്നിലും പിന്നിലും ഇടവും വലവും അന്വേഷിക്കുന്നു. അതാണ് ഈ നീല ബോക്സിലാക്കിയത്. അതിന്റെ ആൻസർ ആണ് കേട്ടോ. ഇത് രണ്ടുമാണ് ആൻസർ. ഒന്നാമത്തത് ഈ ചുവപ്പ് ബോക്സിലുള്ളതും രണ്ടാമത്തെ ആൻസർ നീല ബോക്സിലുള്ളതും ആണ്. ഇനി അടുത്തത്, पेड़ का जादू कहानी का एक अंश पढ़ें और प्रश्नों के उत्तर लिखें. पेड़ का जादू എന്ന കഹാനിയിലെ തന്നിരിക്കുന്ന ഭാഗം നന്നായിട്ട് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. तुम अपने घर में पेड़ उगा लो तो गिलहरी आ जाएगी, चिड़िया आएगी,
बाहर धूप होगी तो पेड़ के नीचे छाया आ जाएगी. ചോദ്യം നോക്കാം. സഹി പ്രസ്താവ് കോൺസാഹെ എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഏതാണ് ഇതിലുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന? പേടിക്കെ ഹോനത്തെ ഛായ ആയേഗി. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായോ? മരമുള്ളത് കൊണ്ട് തണൽ വരും. തണൽ വരുന്നു എന്നാണ് പറഞ്ഞത്. മരമുണ്ടായാൽ തണലുണ്ടാകും. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത് നോക്കാം. पेड़ लगाए हरियाली फैलाए സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരു ബോക്സ് വരയ്ക്കുക, എന്നിട്ട് അതിൽ ഒരു മരത്തിന്റെ ചിത്രം വരയ്ക്കുക. ഇവിടെ പേടിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഒരു മരത്തിന്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പേട് ലഗായും ഹരിയാലിയും ഫൈലായും ഈ തന്നിരിക്കുന്ന സെന്റൻസ് തന്നെ അവിടെ അങ്ങോട്ട് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് സൂചന ശബ്ദം കി സഹായതാസെ 5 വാക്യ ലിഖേ എന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നിരിക്കുന്ന ശബ്ദ ഇതിന്റെ സഹായത്തോടു കൂടി 5 സെന്റൻസ് ഉണ്ടാക്കുക. ഇവിടെ നമുക്ക് മാതൃകയായിട്ടൊന്ന് തന്നിട്ടുണ്ട്. താലാബുമേ പാനി ഹേ. അപ്പൊ ഇവിടെ താലാബ് കഴിഞ്ഞ് നേം എന്ന് ചേർത്തണ്, അതുപോലെ തന്നെ ഹേ എന്നും ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് അത് യോജിക്കുന്നതിന് കൂടി ചേർത്ത് എഴുതാം. താലാബുമേ പാനി എന്നാണ് ഇതിൽ പറഞ്ഞത് അല്ലെ. ഇവിടെ താലാബ് ഉണ്ട്, ഇവിടെ പാനി ഉണ്ട്. അപ്പൊ എന്താണ്? താലാബുമേ പാനി ഹേ എന്ന് എഴുതി. കുളത്തിൽ വെള്ളമുണ്ട്. ഇനി അടുത്തത് പാനി എന്നാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ എന്താണ്? പാനിമേം മച്ചലി ഹേ അല്ലെ. പാനിമേ മച്ചലി, മത്സ്യമുണ്ട് വെള്ളത്തില്. വെള്ളത്തിന് മത്സ്യം ഉണ്ടെന്ന് എഴുതാ. വെള്ളത്തിന് മേണ്ടക്ക് ഉണ്ടെന്ന് എഴുതാ. പാനിമേ മേണ്ടക്ക് ഹേന്ന് എഴുതാ. പാനിമേ കച്ചുവ ഹേന്ന് എഴുതാ. കച്ചുവ വെള്ളത്തിൽ ആമ. കച്ചുവ പറഞ്ഞ ആമയാണ്. ആമ വെള്ളത്തിൽ കിടക്കൂലേ. അപ്പൊ എന്താണ്? വെള്ളത്തിൽ ആമയുണ്ട്, വെള്ളത്തിൽ മീനുണ്ട്, വെള്ളത്തിൽ തവളയുണ്ട്. ഇതൊക്കെ അതിന്റെ ഉത്തരമായിട്ട് എഴുതാം. പാനിമേ മേണ്ടക്ക് ഹേന്ന് എഴുതാം. പാനിമേ കച്ചുവാ ഹേന്ന് എഴുതാം. പാനിമേ മച്ചലി ഹേ എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് പാനിമേ മച്ചലി ഹേ എന്നാണ്. കണ്ടോ? പാനിമേ ചായ ആയിട്ട് നമ്മൾ മൗസ് കൊണ്ട് എഴുതുമ്പോ ഇതിന്റെ അത്ര വൃത്തിക്ക് വരില്ലല്ലോ. അതാണ് കേട്ടോ. മച്ചലി ചായ ആണ് കേട്ടോ. മച്ചലി ഹേ, പാനിമേ മച്ചലി ഹേ. അടുത്തത് പേടാണ് അല്ലെ. പേടമേ പത്തേ ഹേ. മരത്തിൽ എന്താ ഉള്ളത്? ഇല ഉണ്ടാവൂലെ. മരത്തിൽ ഇലകൾ ഉണ്ടാകും, മരത്തിൽ പൂക്കൾ ഉണ്ടാകും. ഇവിടെ മരത്തിൽ ഇലകളുണ്ട് എന്നാണ് എഴുതിയത്. അപ്പൊ പേടമേ പത്തേ ഹേ അല്ലെങ്കിൽ പേടമേ പൂല് ഹേ എന്ന് എഴുതാം. മരത്തിലെന്തുണ്ട്? പൂവുണ്ട് എന്ന് എഴുതാം. ഇനി അടുത്തത് ബഗീച്ചയാണ്. ബഗീച്ച പറഞ്ഞാൽ പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ എന്തുണ്ട്? പൂവുണ്ട്. ബഗീച്ചമേ പൂല് ഹേ. എല്ലാ സെന്റൻസും ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. പേടമേ പത്തേ ഹേ, ബഗീച്ചമേ പൂല് ഹേ, പാനിമേ മച്ചലി ഹേ, പാനിമേ മേണ്ടക്ക് ഹേ. ഇത് പാനി വെച്ചിട്ട് നമുക്ക് 3 എണ്ണം എഴുതാൻ പറ്റും. പാനിയിൽ 3 എണ്ണം എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ. മേണ്ടക്ക് എഴുതാം, മച്ചലി എഴുതാം, കച്ചുവാന്ന് എഴുതാം കേട്ടോ. ഏത് എഴുതിയാലും ശരിയാണ്. അപ്പോ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഓർ ക്വസ്റ്റ്യൻ ആണ്. അഥവാ നോക്കിയിട്ട് കണ്ടോ, അത് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഇതോ അല്ലെങ്കിൽ അതോ എഴുതുക. രണ്ടും എഴുതണ്ട. അതിൽ ഏതെങ്കിലും ഒന്ന്. ഒന്നുകിൽ ഇതാ ഈ എ എന്ന 4 എ എന്നത് എഴുതുക, അല്ലെങ്കിൽ 4 ബി ഇത് എഴുതുക. നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ അത് എഴുതുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും. ആകാശമേ ബാദൽ ഹേ, ആകാശത്തിൽ മേഘമുണ്ട്. പിന്നെ ബാക്കി എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ആകാശത്തിൽ മേഘമുണ്ട് എന്ന് എഴുതി. ഇനി എന്താ? പേടുണ്ട്, ചിടിയാണ് അല്ലെ. പേടിനെ ചിടിയാ ഹേ. പേട് മേഘ, മേം മേഘ, പിന്നെ ചിടിയാ മേഘ. പേടുമേ ചിടിയാ ഹേ. പിന്നെന്താണ്? താലാബുമേ
മത്സ്യലീഹ അല്ലെ, താലാബാണിത്. കുളത്തിൽ എന്താണത്? മത്സ്യമുണ്ട്. താലാബുമേ മത്സ്യലീഹ എങ്ങനെ എഴുതാം? താലാബുമേ മത്സ്യലീഹേ. പിന്നെ മരത്തിൽ ഗിൽഹരി ഉണ്ട്. പേടുമേ ഗിൽഹരീഹേ. ആയല്ലോ, സെന്റൻസ് ആയില്ലേ? അപ്പൊ നിങ്ങൾക്ക് രണ്ടെണ്ണം ഏതെങ്കിലും ഒന്നല്ല നിങ്ങൾ എഴുതേണ്ടത്, രണ്ടും എഴുതേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ഒന്ന് എഴുതിയത്. അടുത്തത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നതാണ്. ഇനി അടുത്തത് നോക്കാം. പിള്ള കവിത കിയെ പാക്തിയാമ്പത്. നമ്മൾ പിള്ള എന്ന കവിത പഠിച്ചതാണ് അല്ലെ. അതിലെ വരികളാണ് താഴെ തന്നിരിക്കുന്നത്. ഈ വരികൾ വായിക്കുക. അതിനുശേഷം വാക്യ പഠേ और സഹി വികല്പ ചുമക്കറിയെ. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് വായിക്കുക. നന്നായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഇവിടെ ഉള്ളതിൽ ഏതാണ് ശരി, ഈ നാലെണ്ണത്തിൽ ഏതാണോ ശരി അത് മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത് ഉത്തരമായിട്ട്. വികല്പത്തിൽ തന്നിരിക്കുന്ന വികല്പത്തിൽ ഏതാണ് ശരിയെന്ന് മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായോ? നോക്കാം. ടോമിക്ക് ടങ്കേം ചോട്ടി ഹെ. ടോമിയുടെ കാലുകൾ ചെറുതാണ്. ശരിയാണ് അല്ലെ. നമ്മളിതിൽ പഠിച്ച ചോട്ടി ടാങ്കേം, ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച് നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ടോമി ഏക് പിള്ള ഹെ, അതും ശരിയാണ്. ടോമി ഒരു പട്ടിക്കുട്ടിയാണ്. ശരിയാണ്. ടോമിക്ക് പൂഞ്ച് ലംബി ഹെ. ടോമിയുടെ വാല് നീണ്ട വാലാണ്. ടോമിക്ക് ലംബി പൂഞ്ച്. കണ്ട, അതെന്താണ്? വാല് എങ്ങനെയുള്ളതാണ്? നീണ്ട വാലാണ്. ഇത് മൂന്നും ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് മൂന്നും. എന്താണ്? മൂന്നും ശരിയാണ്. അപ്പൊ ഇവിടെ തീനോം സഹി ഹെ, മൂന്നും ശരിയാണ്. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? തീനോം സഹി ഹെ, ഇതാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത് സഹി മിലാൻ കരിയേൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേരും പടി ചേർക്കുക. മലയാളത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ചേരും പടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതിന് ചേർന്നത് യോജിച്ചതുമായിട്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആ ചേർത്ത് എഴുതണം. അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കണം. സഹി മിലാനാണ് പറഞ്ഞത്. ശരിയായിട്ട് തന്നെ ചേർത്ത് എഴുതുക. അപ്പൊ ഇതിന് നിങ്ങൾക്ക് ആൻസറിന് ഓരോ ആൻസറിനും ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ആൻസർ. ചോട്ടി ടങ്കേൻ. ചോട്ടി എന്നല്ല, ശരിയായ ആൻസർ എന്നാണ് ടങ്കേൻ. ചോട്ടി ടങ്കേൻ. അടുത്തത് ലെമ്പി പൂഞ്ച്. കണ്ടോ, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചുമപ്പ് മഷി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ലെമ്പി പൂഞ്ച്. അടുത്തത് മഞ്ഞ മഷി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഭൂരി ധാടി. ഭൂരി ധാടി. അടുത്തത് നീല മഷി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കാലിമൂഞ്ച്. കാലിമൂഞ്ച്. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ എന്ത് ചെയ്യേണ്ടത്? മിലാൻ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇവിടെ ഏക്ക് പേട് എന്ന് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ആൻസർ ആയിട്ട് ഏക്ക് പേട്, ഒരു മരം. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 7 എന്ന നമ്പർ ഇട്ടിട്ട് മച്ചരിയാം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താ എഴുതേണ്ടത്? സാത്ത് മച്ചരിയാം. ഇവിടെ സാത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മച്ചരിയാം ഇവിടെ ഉണ്ട്. അത് അതുപോലെ എഴുതാം. സാത്ത് എഴുതുക. അതിന്റെ കൂടെ എന്ത് എഴുതണം? ഈ മച്ചരിയാം കൂടെ നീട്ടിയാട്ട് എഴുതാം. സാത്ത് മച്ചരിയാം. അടുത്തത് ആട്ടാണ് അല്ലെ. ആട്ട്. ആട്ട് സന്ദര്. ആട്ട് നെതിനോടൊപ്പം തന്നെ എന്തുള്ളതാണ്? നമ്മള് സന്ദര് എന്ന് എഴുതുക. ആട്ട് എഴുതുക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ തന്നിരിക്കുന്ന പാരഗ്രാഫ് നോക്കിയിട്ട് സന്ദര് അങ്ങനെ എഴുതുക. എന്താ? ആട്ട് സന്ദര് അങ്ങനെ. ആട്ട് സന്ദര്. അടുത്തത് ജോ ആണ് അല്ലെ. രണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ട് ജോ ആണ്. ദോ ചിരിയാം. ദോ എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് എഴുതണം? ചിരിയാം. ഇതുവരെ എഴുതണം. ചിരിയാം. ദോ ചിരിയാം. ദോ ചിരിയാം. ഇവിടേക്ക് ദോ പറഞ്ഞിട്ട് ചിരിയാം എന്ന് എഴുതാം. അതായി ചിരിയാം നമ്മൾ ഇവിടേക്ക് അങ്ങോട്ട് എടുത്തെഴുതാം. അടുത്തത് ദസ് ആണ്. ദസ് പൗദേ. എന്താണ്? ദസ് പൗദേ. പൗദേ പറഞ്ഞ ചെടി. ദസ് പൗദേ 10 ചെടികൾ. ദസ് പൗദേ 10 ചെടികൾ.
അടുത്തത് പാഞ്ച് തിത്തലിയ. അവിടെ പാഞ്ച് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പാഞ്ച് കഴിഞ്ഞിട്ട് എന്താണ് തിത്തലിയ. പാഞ്ച് കഴിഞ്ഞിട്ട് ഈ തിത്തലിയ എന്നിങ്ങോട്ട് എടുത്ത് എഴുതുക. ഇവിടെ 5 എഴുതി നമ്പറിന്റെ അടുത്ത് എന്തായാലും തിത്തലിയ എന്നല്ലേ. അപ്പൊ പാഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ തിത്തലിയ എന്നുള്ളത് എടുത്തിട്ട് എഴുതാം. മനസ്സിലായല്ലോ? തിത്തലിയ ഇവിടെ അതുപോലെ ആവശ്യം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ ആണ്. ചിത്ര ദേഖേം और नमूने के अनुसार लिखिए. ചിത്രം നോക്കി മാതൃക അനുസരിച്ച് എഴുതുക. ഇവിടെ ഒന്നിലെ ഒരു ആനയാണുള്ളത്. അപ്പൊ ഇവിടെ ഏക്ക് ഹാത്തി ഒന്നിന് ഏക്ക് നേടി ആനയ്ക്ക് ഹാത്തി ഉണ്ട്. ഏക്ക് ഹാത്തി. ഇവിടെ എന്താണ്? കേക്കടയാണ്. കേക്കട. കേക്കട പറഞ്ഞ എന്താണ്? ഞണ്ടാണ്. ഇവിടെ എത്ര ഞണ്ടാണ് ഉള്ളത്? 2, 4, 6, 8 ഞണ്ടാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആട്ട് കേക്കടേ. ആട്ട് കേക്കട. ആട്ട് എന്ന് എഴുതുക. ഇനി ഇവിടെ എത്ര ഉണ്ട്? 3 എണ്ണാണുണ്ട് അല്ലെ. 3 ബോൾ. എത്രയാണ്? 3 ബോൾ. അടുത്തത് ചവ് പേട്. ചവ് പറഞ്ഞ എത്രയാണ്? 6. 6 മരം. ചവ് പേട് 6 മരം. ദോ കച്ചുവേ. ദോ രണ്ടെണ്ണാണ് ഇവിടെ കാണുന്നല്ലേ. ദോ കച്ചുവേ 2 ആമകൾ. ചാർ തിത്തലിയാം 4 പൂമ്പാറ്റകൾ. ചാർ തിത്തലിയാം 4 പൂമ്പാറ്റകൾ. അത്രയാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. എല്ലാ ആൻസറും ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.